ഡൂക്കി സൗണ്ടിൽ നമുക്ക് ഒരു 3-വേ സ്പീക്കർ ചെയ്യാനുണ്ട്. ഒരു 8 ഇഞ്ച് വൂഫറാണ് ഈ കാണുന്നത്. അപ്പം അതിലേക്ക് വരുന്ന ഒരു മിഡ് റേഞ്ച് ഉണ്ട് അടുത്ത്. ഇതിലേക്ക് വരുന്ന 5 ഇഞ്ച് മിഡ് റേഞ്ച് ആണ്. ഇനിയുള്ളത് ഒരു സിൽക്ക് ഡൂം ട്യൂട്ടറാണ്. അപ്പോൾ ആ സിൽക്ക് ഡൂം ട്യൂട്ടർ ഞാൻ ഇതിൻ്റെ പെർഫോമൻസ് ഇതിന് മാച്ച് ചെയ്യാൻ ക്രോസ് ഓവറിലേക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് സിൽക്ക് ഡൂം ട്യൂട്ടർ. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് നമ്മൾ മുമ്പ് റിവ്യൂ ചെയ്തിരുന്ന ആ ഒരു ബോർഡിൻ്റെ ആ ഒരു പെർഫോമൻസിൽ ആളുകളുടെ കമൻറ്റ് ഓർമ്മ വന്നു. കാരണം ഏറ്റവും കൂടുതൽ ആളുകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സിൽക്ക് ഡൂമോ മറ്റോ എടുത്ത് ടെസ്റ്റ് ചെയ്തൂടെ, ഈ പൈസോ ഇലക്ട്രിക് ട്യൂട്ടർ എടുത്തിട്ട് ആരെങ്കിലും ടെസ്റ്റ് ചെയ്യുമെന്ന് വെച്ച്. അതായത് പൈസോ ഇലക്ട്രിക് ട്യൂട്ടർ എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഇതൊരു ട്യൂട്ടറേ അല്ല എന്നുള്ള നിലപാടിലേക്കാണ് പലരും സംസാരിക്കുന്നത്. പക്ഷേ മാക്സിമം ഞാൻ കമൻറ്റുകൾ ഇട്ടായിരുന്നു, നമ്മുടെ നാട്ടിലെ പരമാവധി ആളുകൾക്ക് ഇത് ട്യൂട്ടറാണ്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാനും അവർക്ക് വാങ്ങാൻ എങ്ങനെയാണോ കഴിയുന്നത് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു എഫക്റ്റ് തരുന്ന സാധനങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ. അപ്പോൾ അതിനകത്ത് RD02 മാഗ്നറ്റിക് ട്യൂട്ടർ കാണിച്ചിരുന്നു. ഇതിപ്പോൾ സിൽക്ക് ഡൂം വെച്ചിട്ട് നമുക്കിപ്പോൾ ആ പരാതിപ്പെട്ടവർക്കുള്ള ഒരു ടെസ്റ്റും കൂടി കാണിക്കാം. ഇത് ട്യൂട്ടറല്ല എന്ന് പറയുമ്പോൾ ഇതെന്താണെന്ന് കൂടി പറഞ്ഞുതരാൻ അവർ തയ്യാറാണെങ്കിൽ നന്നായിരുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ സിൽക്ക് ഡൂമിൽ ഇതിന് കുറച്ച് പവർ കൂടുതലാണ്. അതായത് നമ്മളിപ്പോൾ RD02 ടെസ്റ്റ് ചെയ്തതിനാട്ടും പൈസോ ഇലക്ട്രിക് ടെസ്റ്റ് ചെയ്തതിനാട്ടും ഇതിന് വാട്ട്സ് കൂടുതലാണ്, പവർ കൂടുതലാണ്. 6 ohmസിലാണ് വരുന്നത്. RD02 വരുന്നത് 8 ohmസിലാണ്. ഇത് വരുന്നത് പൈസോ ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്ക് പിന്നെ അത് പറയുന്നില്ല. ഒരു 8 to 10 വാട്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ടത്. RD02 ഒരു 12 വാട്ട്സോളം മാക്സിമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിന്മേൽ റേറ്റിംഗ് ഉള്ള 20 വാട്ട്സ് അറ്റ് 6 ohms ആണ്. അപ്പോൾ ഇതിലേക്കുള്ള ഒരു എഫക്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആ ബോർഡ് വെച്ചും ടെസ്റ്റ് ചെയ്യാം. ആ ബോർഡ് വെച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തു. ഞാൻ കൂടി ഒന്ന് കാണിച്ചു തരാം. അത് നമുക്ക് നമ്മളെ കറക്റ്റ് ഓഡിയോ ലെവലിൽ വളരെ പെർഫെക്റ്റാണ് ഈ ട്യൂട്ടർ. മറ്റ് ട്യൂട്ടറുകൾ ഉപയോഗിക്കുന്നതിനായിട്ടും ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് സിൽക്ക് ഡൂം എന്ന് കിട്ടലുണ്ട്. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആ ബോർഡിലൂടെ, അതായത് നമ്മളിപ്പോൾ വിയുടെ ഈ ഒരു ബോർഡ് പണ്ട് പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ ഈ ബോർഡിലൂടെ അതെങ്ങനെ ഉണ്ടെന്ന് കൂടെ നോക്കണം. അപ്പോൾ അത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. പരാതിപ്പെട്ടവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പിന്നെ അതുകൂടാതെയുള്ള 2 പരാതി വേറുള്ളത് ഈ പാട്ടൊന്ന് മാറ്റി പിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ 2-3 നമ്മളെ കോപ്പിറൈറ്റ് വരാത്ത വിധത്തിൽ 2-3 മ്യൂസിക് നമ്മളെ ഇന്ത്യൻ ഫിലിം മ്യൂസിക്കുകൾ ടെസ്റ്റ് ചെയ്യാം. പിന്നെ മറ്റൊരു പരാതി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളാരും ഫോളോ ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്ലീസ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അത് ഫ്രീ ആണ്, ഒരു പൈസയും ചിലവില്ല, ഫ്രീ ആണ്. ജസ്റ്റ് ഫോളോ ചെയ്താൽ അതൊരു സപ്പോർട്ടാണ് ആ സോഫ്റ്റ്വെയറിന്. ആ ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും അതിലേക്കൊരു സപ്പോർട്ട് എന്നുള്ള നിലക്കാണ്. ലൈക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസ് വയ്ക്കുന്നു. ഞാൻ എൻ്റെ റെസ്പോൺസ് മാക്സിമം ഓട്ടോമേഷൻ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ട ഉത്തരം ചോദിച്ചാൽ ഉടനെ മാക്സിമം കിട്ടും. ഒരു ലിസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പ്രസ് ചെയ്താൽ മതി, ചോദ്യം ഉത്തരം കിട്ടും. അപ്പോൾ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടേ നമുക്ക് ഒരു തമിഴ് മ്യൂസിക് പ്ലേ ചെയ്യാം. അന്ന് പറഞ്ഞ പോലെ തന്നെ മ്യൂസിക് ഇല്ലാതെ ഇത് കൊള്ളൂല. നെക്സ്റ്റ് തമിഴ്. അപ്പോൾ ആ വാട്ട്സിൻ്റെതാണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മളിവിടെ വീണ്ടും ആ പീസോ ഇലക്ട്രിക് ട്യൂട്ടർ ലോഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. അപ്പം മാക്സിമം 15 വാട്ട് വരെ ഉള്ളത് ആ ബോർഡിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. മാക്സിമം 15 വാട്ട് വരെയൊക്കെ കൊടുക്കാൻ കുഴപ്പമില്ല. ചെറിയ ടൈപ്പ് ട്വീറ്റേഴ്സ് കൊടുക്കാം. അതുകൊണ്ടാണ് ആ ടൈപ്പ് ട്വീറ്റർ നമ്മളതിൽ ടെസ്റ്റ് ചെയ്തത്. അതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനത്തെ ടൈപ്പാണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ 15 വാട്ട് വരുന്ന ഡെയിൻറ്റി 15 വാട്ടല്ല, അത് 10 വാട്ടോ മറ്റേ ഉള്ളൂ. ആ ഡെയിൻറ്റി എന്ന് പറയുന്ന ചെറിയ RD02 പോലത്തെ വേറൊരു ട്യൂട്ടർ ഉണ്ട്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നു.
അപ്പോൾ ഡോഗി സൗണ്ട് ഇതിൽ വരുന്നത് 6 ohmsൽ 20 വാട്ടാണ്. ഇതിൽ അതിനുള്ള ലൗഡ്നെസ് കിട്ടാൻ ഈ സിൽക്ക് ഡോമിൽ അതിൻ്റെ ലൗഡ്നെസ് കിട്ടാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് സിൽക്ക് ഡോം ഉപയോഗിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരിക്കുള്ള ആംപ്ലിഫയറിൻ്റെ ഡയറക്റ്റ് ഔട്ട്പുട്ടാണ് വേണ്ടത്. അപ്പോൾ ഇത് ഫുൾ അസംബിൾ ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് നമ്മളെ അടുത്ത വീഡിയോ വരാൻ സാധ്യത. ആ ബോർഡിൽ ആ ഫുൾ വീഡിയോ കാണാത്തവർക്ക് ഇതാ ലിങ്ക് കണ്ടു നോക്കുക. വാട്സാപ്പ് നമ്പർ അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ട്.